നമസ്കാരം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് 3 വിഭാഗം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, അതേപോലെ എന്താണ് ലാംഗ്വേജ് പ്രോസസ് സിസ്റ്റം എന്താണ്, അതേപോലെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ്, അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ഒരു പാർട്ടും കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരത് കാണുക, കണ്ടിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ ക്ലാസ് കാണാവുള്ളൂ, എങ്കിലേ മനസ്സിലാവും കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താ നോക്കി. സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഇസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ. മറ്റേ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തായിരുന്നു, കമ്പ്യൂട്ടർ മസ്റ്റായിട്ട് വേണ്ട സോഫ്റ്റ്വെയർ ആണ്. അത് പ്രത്യേക ആവശ്യമൊന്നുമില്ല, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ആ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനെയല്ല, പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മറ്റേ കമ്പ്യൂട്ടറിൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മറ്റു കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, എല്ലാ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരാൾ ഒരു ഗെയിം കളിക്കുന്നു, ഒരു ആപ്ലിക്കേഷനാണ്, അത് ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. മറ്റൊരാൾ ഗെയിം കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ്, അതേപോലെ തന്നെ ഒരാൾ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അയാൾ കമ്പ്യൂട്ടറിനകത്ത് പാട്ട് കേൾക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. മറ്റേ ആൾ വേറൊരു കമ്പ്യൂട്ടറിനകത്ത് അയാൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, അയാൾക്ക് പാട്ട് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ട, അതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്. നോക്കൂ, ജനറൽ പർപ്പസും അതേപോലെ സ്പെസിഫിക് പർപ്പസും. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്നും സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ തരംതിരിക്കാറുണ്ട്. ഈ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പൊതുവായ, അതായത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് സോഫ്റ്റ്വെയർ ജനറലായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ സ്വന്തം ഓഫീസ്, എല്ലാ ഓഫീസുകളിലും വേർഡ്, എക്സൽ, പവർ പോയിന്റ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ പലപ്പോഴും വേർഡ്, എക്സലും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പലപ്പോഴും, അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, വേർഡ്, എക്സലും, പവർ പോയിന്റും അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ജനറലായിട്ട് ഒരു വിഭാഗം യൂസേഴ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ പറയുന്നവരാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ. Such a software is developed keeping in mind the various requirements of the user. യൂസേഴ്സിന് എന്തൊക്കെയാണ് ആവശ്യം വരുന്നതെന്ന് മുന്നിൽ കണ്ടു അത് മൈൻഡിൽ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളെയാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കുറച്ചുകൂടെ റിയൽ ടൈം എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഈ ഡ്രസ്സ് മേടിക്കാൻ പോലെ ഷർട്ടൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്, ഷർട്ടും പാൻറ്റുമൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ അളവെടുത്ത് തയ്ച്ച ഷർട്ടാണോ കടകളിലിരിക്കുന്ന റെഡിമെയ്ഡ് ഷർട്ടുകൾ? അല്ല, അവരൊരു സൈസ് നോക്കിയിട്ട് ഇന്ന പ്രായക്കാർക്ക് ഇന്ന സൈസ് ആയിരിക്കും, മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ കുറേ ഷർട്ടുകൾ തയ്ച്ചു വെക്കും. അത് നമ്മൾ പോകുന്നു, നമുക്ക് ഭാഗമായിട്ടുള്ളത് നമ്മൾ എടുക്കുന്നു വരുന്നു, അല്ലെ നമ്മുടെ അളവെടുത്ത് നമുക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ. പക്ഷേ ജനറലായിട്ട് ഇന്ന ആൾക്കാർക്ക്, ഇന്ന നീളമുള്ള ആൾക്കാർക്ക് ഇന്ന വണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ അവർ ജനറലായിട്ട് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജനറലായിട്ട് തയ്ച്ചു വെച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരുന്ന റെഡിമെയ്ഡ് ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെയാണ് ജനറൽ പർപ്പസ് എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ ജനറലായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാവരും ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലെ. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് പറയുന്നത് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്, അല്ലെ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, മൂന്നാമത്തെ പോയിന്റ് താഴെ കിടന്ന് നോക്കി അതിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെ. സ്പ്രെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഓപ്പൺ ഓഫീസ് കാൽക്ക്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ എന്താണ് എക്സൽ എന്നൊക്കെ പറയുന്നത്, മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്തുള്ള എക്സൽ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ വെച്ചാൽ മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ എന്താണ് നമ്മുടെ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെയാണ് നമ്മൾ ജനറൽ പർപ്പസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇനി സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. സ്പെസിഫിക് പർപ്പസ് എന്ന് ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ സ്റ്റോർ ഒരു സോഫ്റ്റ്വെയർ ആണ് അവരുടെ ബില്ലിങ്ങിന് വേണ്ടി. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറിന് വേണ്ടി മാത്രം നമ്മളൊരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനം തുടങ്ങി എനിക്കൊരു സോഫ്റ്റ്വെയർ വേണം, അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അങ്ങനെ വരുമ്പോൾ അത് സ്പെസിഫിക് പർപ്പസ് ആണ്. ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആവശ്യം അവിടെ മാത്രമേ ഉള്ളൂ, വേറൊരാൾക്ക് അതുകൊണ്ട് ഉപയോഗമില്ല. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെ. ഇറ്റ് ഈസ് നോൺ ആസ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, അല്ലെ. ഇതിനെ നമ്മളൊരു ഷർട്ടിന്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അളവെടുത്ത് എനിക്ക് തയ്ക്കുന്ന ഷർട്ട് അതെനിക്കായിരിക്കും ഭാഗമായിട്ട് നിൽക്കുന്നത്, അല്ലെ. അതേപോലെ അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവിടെ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്നവരാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം,
പേറോൾ സിസ്റ്റം ഒക്കെ എക്സാം, അല്ലെങ്കിൽ HR മാനേജർ സിസ്റ്റം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരു സ്ഥാപനത്തിലേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്ഥാപനത്തിന്റെ മാത്രമായ സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം എന്താണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത മറ്റൊരു കാറ്റഗറിയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം നിരവധി സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് നെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലേ. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കാണാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കോഡുകൾ, നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന നമുക്ക് അതിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആക്കി നമുക്ക് എന്ത് മാറ്റങ്ങളും വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അങ്ങനത്തെ സോഫ്റ്റ്വെയറാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ഗിവ് ദ യൂസർ ദ ഫ്രീഡം ടു യൂസ്, അതായത് ഉപയോഗിക്കാൻ അവർ പൂർണ്ണമായ സ്വാതന്ത്ര്യം. കോപ്പി ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു തടസ്സമില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ കുഴപ്പമില്ല. നമുക്കത് എക്സാമിൻ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ അതിനകത്ത് മാറ്റം വരുത്താനോ എല്ലാ രീതിയിലുള്ള ഫ്രീഡവും ഉണ്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ട്. അവരാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയറുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ നൽകുന്ന ഫ്രീഡം ഏതൊക്കെയാണ്? അവർ പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഫ്രീഡം ആയിട്ട് പറയുന്നത് ഫ്രീഡം 0 പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫ്രീഡംസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒന്നാമത്തെ ഫ്രീഡം ആയിട്ട് പറയുന്നത് ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കമ്പനി അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് തന്നവർ ഇത് ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് പറയണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഏത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടാമത്തെ ഫ്രീഡം 1 ആയിട്ട് പറയുന്നതാണ് ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. ഇനി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അത് തുറന്ന് പഠിക്കാൻ, അതിൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ച് പഠിക്കാനും, അതേപോലെ നിങ്ങളുടേതായ രീതിയിലേക്ക് അതിനകത്ത് മാറ്റം വരുത്തി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ ഫ്രീഡവും നൽകുന്നു എന്നുള്ളതാണ് ഫ്രീഡം 1. ഫ്രീഡം 2 എന്താണ് പറയുന്നത്? ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പി ഓഫ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിന്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം. അതായത് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം 3 പറയുന്നത് എന്താണ്? ദ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്മെന്റ് ടു ദ പബ്ലിക്. നിങ്ങൾ ഈ പ്രോഗ്രാം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ ആ മാറ്റം വരുത്തിയെടുത്ത പുതിയ സാധനത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇന്റർനെറ്റ് വഴി നിങ്ങൾക്ക് എന്താ പറ്റും? നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അതിനും യാതൊരു തടസ്സവുമില്ല. അതാണ് പറയുന്നത് ഫ്രീഡം 3 പറയുന്നത്. പ്രധാനമായിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സുകളാണ് സോഫ്റ്റ്വെയറുകളാണ്. താഴെ കാണുന്നത് എന്താണ്? GNU, ലിനക്സ്, അല്ലെങ്കിൽ ജിംബ്, മോസില്ല ഫയർഫോക്സ്, അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് ORG എന്നൊക്കെ പറയുന്നത് ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് നമ്മൾ കേൾക്കാറുള്ളത് സോഫ്റ്റ്വെയറിനകത്ത് ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ. ഫ്രീ വെയർ എന്ന് വെച്ചാൽ ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളായല്ല, എന്താണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ. പക്ഷെ അതിനകത്ത് നമുക്ക് മാറ്റം വരുത്താനുള്ള അധികാരമൊന്നും കാണത്തില്ല, നമുക്ക് അതിന് കോഡുകൾ പഠിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് എന്ത് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ. അതിന് എല്ലാ ഫീച്ചേഴ്സും, ആ സോഫ്റ്റ്വെയറിന് എന്തൊക്കെ ഉപയോഗിക്കാൻ മാക്സിമം അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും കാണത്തില്ല. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് പറയുന്നത് ഫ്രീ വെയർ എന്ന് പറയുന്നത്. എന്നാൽ ഷെയർ വെയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയൽ സോഫ്റ്റ്വെയർ 7 ദിവസത്തെ ട്രയൽ, 12 ദിവസത്തെ ട്രയൽ, 1 മാസത്തെ ട്രയലായിട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അത്രയും നാൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ചിലപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓപ്പൺ ആയിട്ട് തരത്തില്ല. കുറച്ച് ഫീച്ചേഴ്സ് മാത്രം നമുക്കൊന്ന് റൺ ചെയ്തൊന്ന് പരിചയപ്പെടാൻ വേണ്ടി, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ആ കമ്പനി നൽകുന്ന അങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ വിളിക്കുന്നവരാണ് ഷെയർ വെയറുകൾ. ഷെയർ വെയർ ഗിവ് യൂസേഴ്സ് എ ചാൻസ് ടു ട്രൈ ദ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. മേടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചാൻസ് തരികയാണ് ഇത് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി, ട്രയൽ എന്നുള്ള രീതി. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് എന്ന് പറയുന്നത് ഷെയർ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഇതാണ് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ ഗണത്തിൽ വരുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ വിൻഡോസ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ എക്സൽ, പവർ പോയിന്റ്, ഇതെല്ലാം പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ കിടക്കുന്നത് പൈറേറ്റഡ് ആയിരിക്കും, അടിച്ചു മാറ്റിയതായിരിക്കും. അത് കുറ്റമാണ് കേട്ടോ, അത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഓക്കെ, അവർ പിടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പോലീസ് വരുന്നില്ല, പിടിക്കുന്നില്ല, അത് അറിയുന്നില്ല, പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? പൈസ കൊടുത്ത് നമ്മൾ എന്താണ് മേടിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് ഡെവലപ്പർ ഓർ പബ്ലിഷർ ആൻഡ് cannot be copied or distributed without license agreement. ലൈസൻസ് ഇല്ലാതെ, അവരുമായിട്ട് എഗ്രിമെന്റ് ഇല്ലാതെ ഇത് കോപ്പി ചെയ്യാനോ ഇത് വിതരണം ചെയ്യാനോ ഇത് ഉപയോഗിക്കാനോ ഉള്ള അവകാശമില്ല. അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളാണ് പറയുന്നത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് സോൾഡ് വിത്തൗട്ട് എനി ആക്സസ് ടു. നമുക്ക് സോഴ്സ് കോഡുകളൊന്നും കാണാൻ പറ്റത്തില്ല, ഈ സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡുകളൊന്നും കാണാൻ പറ്റത്തില്ല. പൈസ കൊടുത്താൽ അത് ഉപയോഗിക്കാനുള്ള എഗ്രിമെന്റ് മാത്രമാണ് നമുക്ക് നൽകുന്നത്, വേറെ അതിന്റെ കോഡുകളോ ഒന്നും നമുക്ക് നൽകുന്നില്ല.
എക്സാമ്പിളാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. MS ഓഫീസ് അല്ലെങ്കിൽ മാക് OS ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും സോഫ്റ്റ്വെയറുകളുമാണ്. ഇതിനെയൊക്കെയാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്തത് ഹ്യൂമൻ വെയർ ഓർ എന്താണ് ലെൻവെയർ എന്ന് പറയും. ഇങ്ങനെയൊരു വാക്ക് കമ്പ്യൂട്ടർ ഫീൽഡിൽ ഉപയോഗിക്കാറുണ്ട്. പണ്ട് കാലത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മാത്രം പോരാല്ലോ കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. ഒരാൾ വേണ്ടി, ഒരു മനുഷ്യൻ വേണ്ടി. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് വേറെ ഒരു വലിയ സംഭവമൊന്നുമല്ല. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെല്ലാം നമ്മൾ ഹ്യൂമൻ വെയർ എന്ന് വിളിക്കാറുണ്ട്. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ എന്ന് വിളിക്കാറുണ്ട്. റിഫേഴ്സ് ടു ഹ്യൂമൻസ് ഹു യൂസ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾ ആരും. ഇപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് കാറ്റഗറി വരും? ഹ്യൂമൻ വെയർ മാത്രമേ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കും, ഞാനൊരു ഹ്യൂമൻ വെയർ ആണ്. ആരൊക്കെയാണോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? ഓഫീസ് സ്റ്റാഫുകൾ അല്ലേ? ആരൊക്കെ ഹ്യൂമൻ വെയറിന്റെ എക്സാമ്പിൾസ് ആണ്? ഓഫീസിലുള്ള സ്റ്റാഫുകൾ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് അല്ലെ, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ്, ഇവരെല്ലാം എന്താണ് ഹ്യൂമൻ വെയർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതാണ്. കണ്ടോ, രണ്ടാമത്തെ സെന്റൻസ് വായിച്ചു. ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ആസ് early in 1960s. 1966 മുതൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഹ്യൂമറസ് കോൺടാക്ട്സ് ആയിട്ട് അനലോഗ് വിത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ അല്ലെ. ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ഒക്കെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നവർക്ക് കൊണ്ട് ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ഹ്യൂമൻ വെയർ അല്ലെ ലൈവ് വെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയുന്നു. സെക്കൻഡ് ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പാർട്ട് പോയത്. അപ്പം ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ കാണുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ കമൻറ്റുകളിലൂടെ ഞാൻ നിങ്ങളെ റെസ്പോൺസ് അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും കമൻറ്റുകൾ ചെയ്യാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സപ്പോർട്ട് ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലരും ഇതിൻ്റെ നോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനലിലേക്ക് വരിക. ഞാൻ നോട്ടും മറ്റു മെറ്റീരിയൽസും ഒക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടുന്ന് നോട്ടുകളും മറ്റുമൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ തുടങ്ങാം. അപ്പം അടുത്ത ചാപ്റ്ററായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പം എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.